അപ്പോഴും ഈ ഗ്രാമീണരെല്ലാവരും ഒപ്പം പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ ഒരു പരാതി. വീണ്ടും 3-4 അമ്മമാർ ഒരു ലീലയെടുത്തി ഒരു പരാതിയായിട്ട് വന്നു. യശോദേ എടുത്തി, പരാതിയാണെങ്കിൽ അവിടെ കമ്പി ഉണ്ട്, അതിൽ തൂക്കിക്കോളൂ, അല്ല എനിക്ക് നേരിട്ട് പറയാനാ. അങ്ങനെയാണ്, എനിക്ക് നേരിട്ട് പറയണം. എന്താ സംഗതി അറിയോ? കുട്ടിയെ മുഖവരി ഇല്ലാണ്ട് കാര്യം പറയാം. എനിക്കും അതാ ഇഷ്ടം. പണി അടുക്കളയിൽ ഒരുപാടുണ്ട്, അതാണ്. പറയൂ ലീലയെടുത്തി. നിൻ്റെ ആ കറുത്ത സാധനം നല്ല വീട്ടിൽ വന്നിട്ടൊരു പണി ചെയ്തു. അവൻ വെണ്ണ ചോദിച്ചു, കുറച്ചൊക്കെ കൊടുത്തിട്ടുമുണ്ട്, അത് പോരാന്നും പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തറിയോ? ആ ചട്ടി എറിഞ്ഞങ്ങോട്ട് ഉടച്ചു. ആകെ 3 ചട്ടിയുള്ളൂ കുട്ടി വീട്ടിലേ. അല്ലെ ഒന്ന് കുട്ടികളുടെ അച്ഛൻ ഉപ്പ് കൂടി കൂട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് തല്ലി പൊട്ടിച്ചു. ഒന്നിപ്പോൾ അവിടെയുണ്ട്, ഒന്ന് ബനു ഉടച്ചേ. ഇനിയിപ്പോൾ മണ്ടയിൽ മുളകരയ്ക്കാൻ പറ്റും, എന്താ ചെയ്യുക? പാവം, വിഷമിക്കണ്ട കേട്ടോ. നേരെ സ്റ്റോറ് പോയിട്ട് നല്ലൊരു കലം കൊടുത്തു. അതിങ്ങനെ തിളങ്ങാണ് കലേ. അങ്ങനെ കൊട്ടി നീപ്പി നീങ്ങിന്നിങ്ങനെ നാദം വരിക, നല്ല പ്രകാശം. അത് യശോദ, ഇതിപ്പോൾ അത് പൊന്നിൻ്റെ കല, അവിടെ ഇപ്പോൾ അതേ ഉള്ളൂ, അത് കൊണ്ടുപോയിക്കോളും. മൺകലത്തിന് പകരം പൊൻകലം. ഇതങ്ങോട്ട് കിട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള സന്തോഷം ഭഗവാന്. കുട്ടികളാവുമ്പോൾ ഇത്തിരി വികൃതിയൊക്കെ ഉണ്ടാവും, വികൃതി വേണം. കളിക്കാൻ പറഞ്ഞേക്കണം ടോ എന്ന് പറഞ്ഞിട്ടാണ് കലം കൊണ്ട് യമ പോണത്. അതെ, പിറ്റേ ദിവസം രാവിലെ എന്താ സ്ഥിതി അറിയോ? വീടിൻ്റെ മുറ്റത്ത് വലിയൊരു ബഹളം. ഒരു 5 മണിയാകുമ്പോഴേക്കും കുളി കഴിഞ്ഞിട്ട് നനഞ്ഞ തോർത്ത് മുടിയിൽ കെട്ടിയിട്ട് വിളക്കായിട്ട് പോകും, തുളസി തറയിൽ വിളക്ക് വെക്കാൻ. അങ്ങനെയാണ്, കോലം വിടും, അങ്ങനെയൊക്കെയാണ് യശോദയുടെ ചിട്ട. അതിൻ്റെ മുമ്പ് തന്നെ ബഹളം തുടങ്ങി. എന്താ എന്നങ്ങനെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഒരു മങ്ങൽ, ഒരു വരി ഇങ്ങനെ മാതിരി തോന്നുക, ഒരു വരി പോലെ. ഒന്നുകൂടി കണ്ണ് തിരുമ്പി വിളക്ക് കാട്ടി നോക്കിയപ്പോൾ വലിയൊരു ക്യൂ. എവിടെ? വീട്ടിൻ്റെ മുമ്പിൽ. എന്ത് ക്യൂ അറിയോ? ഒക്കെ ഓരോ പൊട്ട് ചട്ടിയും പിടിച്ച് നിൽക്കുക. എന്താ പറയണേ? കാരണം എന്താ, ഈ ന്യൂസ് പരതി, മണ്ണിൻ്റെ കലത്തിന് പകരം പൊന്നിൻ്റെ കലം കിട്ടും, ഇത്രയും അങ്ങോട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ രാവുത്തരിൻ്റെ വക കച്ചവടം. ഒരു പൊട്ട് ചട്ടിക്ക് 10 പൈസ കച്ചവടം. ഇതാണ് ഏതും കച്ചവടമൊക്കെ ആളുകളെ. ഏതായാലും അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ചതുരംഗ കളികൾ, ഈ പുള്ളുകളി, ഇങ്ങനെയൊക്കെയുള്ള ചില കളികളുണ്ടല്ലോ, ആ കളികളൊക്കെ. ഈ കളികളിലൊന്നും കണ്ണനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അത് ഇവർക്ക് ഒരു പകയായി. ഇതിനിപ്പം കൂട്ടുകാർക്ക് ചെറിയൊരു ദേഷ്യം, ഒരു അസൂയ. അതിനെന്തെങ്കിലും പരിഹാരം കാണണം. ഇതവർ മനസ്സിൽ വെച്ചു. അത് ആലോചിക്കാം നമുക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഘാസുരൻ എന്ന് പറഞ്ഞൊരു അസുരൻ. അഘാസുരൻ, അഖം എന്ന് പറഞ്ഞാൽ പാപം. പാപം രൂപം ധരിച്ച് പാമ്പിൻ്റെ രൂപത്തിൽ വന്നു. അങ്ങനെ ഒരു പശുമേയ്ക്കാൻ ആയിട്ട് പോയ സന്ദർഭത്തിൽ അവിടെ വാ പൊളിച്ചിട്ട് അനങ്ങാതെ കിടന്നു. അപ്പോൾ കാഴ്ചയിലൊരു ഗുഹ. നോക്കുമ്പോൾ പാമ്പുമാതിരി ഉണ്ടേണം. ഏടാവിടെ അവിടെ ഉണ്ടാകില്ല. അങ്ങനെയല്ല, കണ്ണാ പുതിയൊരു ഗുഹ കണ്ടു കേട്ടോ, നല്ല രസമുണ്ട് കാണാം, പാമ്പ് വായ പൊളിച്ചമാതിരി ഉണ്ട്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി കളിക്കുക. വല്ല ആവശ്യമുണ്ടോ നോക്കൂ, വേറെ സ്ഥലമില്ല. അതാണ് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഏടാവടമൊക്കെ ചെയ്യും. അങ്ങനെ നേരെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ണൻ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ കയറി. അവസാനം കണ്ണൻ കയറി. കണ്ണൻ കയറുന്നത് വരെ മറ്റേ വിദ്വാൻ കാത്തു നിൽക്കുകയാണ്. കണ്ണൻ കയറിയത് ടപ്പ് നമ്മുടെ വായ അങ്ങോട്ട് അടച്ചു. ഈ പാമ്പിൻ്റെ ഒരു സ്വഭാവം എന്താ അറിയോ? എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റുകൾ, മരമോ വള്ളിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ഇഴഞ്ഞ് നീങ്ങിയിട്ട് അതിലൊരു ചുറ്റൽ ചുറ്റും. എന്തിനാ? ഈ വിഴുങ്ങപ്പെട്ട ജീവൻ്റെ അസ്ഥികൾ മുഴുവൻ ഒട്ടഞ്ഞിട്ട് പാകപ്പെടുത്താം. മെല്ലെ വിഴുങ്ങൂ. തന്നേക്കാൾ വലിയ സാധനമാണെങ്കിൽ പോലും വിഴുങ്ങാൻ പറ്റും. പാമ്പിനൊരു പ്രത്യേകത, വായ അങ്ങനെ വലുതായി കൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് അമർത്താനായിട്ടുള്ളൊരു പരിശ്രമം ചെയ്തപ്പോൾ ഭഗവാൻ തൻ്റെ തേജസ്സിനും ശരീരത്തിനും ഒന്ന് പ്രഭാവം കൂട്ടിയിട്ട് ഉഷ്ണമൊന്ന് വർദ്ധിപ്പിച്ചു, വലുപ്പം ഒന്ന് കൂട്ടിയപ്പോൾ മൂർധാവ് അടഞ്ഞ് ഭേദിച്ചിട്ട് പ്രാണൻ അങ്ങോട്ട് പോയി. മൂർധാവ് ഭേദിച്ച് പ്രാണൻ പോയാൽ ആ ജീവന് പിന്നെ ഊർധ്വഗതിയാണ്, അധോഗതിയില്ല, മോക്ഷായി എന്ന് പറയാണ്. ഇതിനകം എന്താ ഇപ്പോൾ ഭൂമിയുടെ ഭാരം തീർക്കാം ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഭൂമിയിൽ പോയിട്ടുണ്ടല്ലോ, എന്ത് പണിയാണ് ചെയ്യണമെന്ന് നോക്കട്ടെ എന്ന് കാണാൻ ഒരു ജിജ്ഞാസ ആയിട്ട് ആര് വന്നു അറിയോ? ബ്രഹ്മദേവൻ വന്നു. ബ്രഹ്മദേവൻ വന്നപ്പോൾ കാണുന്ന കാഴ്ച, അന്ന് മുതൽക്ക് കണ്ണൻ എന്ത് ചെയ്തു പറയുക, ദൂരം കൂടിയപ്പോൾ പുതിയൊരു പരിഷ്കാരം. എന്താ? ആഹാരം
വാഴയുടെ ഇലയിൽ വാട്ടിയിട്ട് അതിനെ പൊതിഞ്ഞ് കൊണ്ടുപോവുക. അങ്ങനെ പൊതിച്ചോറ് കൊണ്ടുപോകണ ഒരു പരിപാടി. അപ്പോൾ ആദ്യമായിട്ട് ഈ പൊതിച്ചോറ് സമ്പ്രദായം നടപ്പിൽ വരുത്തിയത് ഗോപന്മാരാ. കണ്ണനാണ് അതിൻ്റെ ആസൂത്രകൻ. അങ്ങനെ ഈ പൊതിച്ചോറ് എല്ലാവരും കൊണ്ടുപോകും. ഓരോ ആളുകളുടെ വീട്ടിൽ ഓരോന്നുണ്ടാവുക അല്ലേ. എന്നിട്ട് ഇവരെന്ത് ചെയ്യറിയോ, കണ്ണൻ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും, അതിൻ്റെ എതിർഭാഗത്ത് ഇങ്ങനെ റാന്ന് എഴുതിയതുപോലെ ഗോപന്മാർ. എന്താ അങ്ങനെ ഇരിക്കണേ? എല്ലാവർക്കും കണ്ണനെ കാണാം, കണ്ണൻ എല്ലാവരെയും കാണാം. അങ്ങനെയാണ്. ആ ഇരുത്തത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്നിട്ട് ഓരോരുത്തർ അവരവരുണ്ടാക്കിയ കൊടുന്ന സാധനങ്ങളൊക്കെ കൊടുക്കും. പപ്പടമൊക്കെ അങ്ങനെ 4 ആക്കി മടക്കിയിട്ടേ, ആറിക്കഴിഞ്ഞാൽ 4 ആക്കി മടക്കുക, ടെമ്പറുള്ളപ്പോഴാണ് പൊട്ടുക. അങ്ങനെ ചേന ചെത്തിയത് ഇങ്ങനെ, അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൻ്റെ എടുക്കൽ, മുരിങ്ങക്കോല് ഇങ്ങനെ, ക്യാരറ്റ് അങ്ങനെ, കയ്പ്പയ്ക്ക ഒരു ഭാഗത്ത്, ഇങ്ങനെ ഒക്കെ പാട കൂടിയിട്ട് ഉരുള അങ്ങനെ 2 കൈയിലും ഉരുളിയും ഈ സാധനങ്ങളും ആക്കിയിട്ട്, എന്നിട്ടോ കടിച്ച് ഇമ്പുക, 2 കൈയും, ഇടത്തെ കൈയും ഭേദമില്ല, വലത്തെ കൈയും ഭേദമില്ല, വെറും നിലത്തിൽ. ബ്രഹ്മദേവന് അതങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അയ്യയ്യയ്യേ, കന്നുകാലി ചെക്കന്മാരൊപ്പം കൂടിയിട്ട് തനി കാലി സ്വഭാവം. ഒരു വൃത്തി മെനയൊക്കെ വേണ്ടേ? ഇത് ഈ ഭൂമിയിൽ വന്നിട്ട് മനുഷ്യൻ്റെ കോലം കെട്ടിയപ്പോൾ മനുഷ്യൻ്റെ ശീലമായി തോന്നണു, ഒന്ന് ഓർമ്മിപ്പിച്ചളയാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തറിയോ, ഗോക്കളെ തൻ്റെ യോഗശക്തി കൊണ്ട് കൊണ്ടുപോയി, തൻ്റെ സഭയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ പറഞ്ഞു, കണ്ണാ നമ്മുടെ പശുക്കളെ കാണാനില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഉണ്ണുമ്പോൾ ബ്രഹ്മാവ് വന്നാലും എണീക്കരുത്. അദ്ദേഹം പറഞ്ഞ പ്രയോഗം അത്. ഉണ്ണുമ്പോൾ ബ്രഹ്മാവിനെ പേടിയായി, അത് കണ്ടു ഈ വിദ്വാന്ന് തോന്നി. ഭഗവാൻ കാണാത്ത ഭാഗം നടിച്ചു. അങ്ങനെ നമ്മളിത് പറയാൻ മറന്നു കേട്ടോ. ഇവിടെ ഇത് ശരിക്കും 1-2 ചെറിയ നമ്മൾ മാസ്ക് വെച്ച് കയറണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അതേമാതിരി വേറെ 1-2 ബോർഡും കൂടി വേണമായിരുന്നു കേട്ടോ. എന്താ അറിയോ, മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക, ബ്രാക്കറ്റിൽ അറ്റ്ലീസ്റ്റ് സൈലൻ്റ് ആക്കുകയെങ്കിലും ചെയ്യുക. ഇപ്പം ചെരുപ്പ് പുറത്ത്, ആരുടെ പുറത്ത്? വളപ്പിൻ്റെ പുറത്ത് അല്ലേ. ഇങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ. ഈ ആളുകൾക്ക് അറിയില്ല കേട്ടോ, പാവം, എന്തൊക്കെ എവിടെയൊക്കെ. ഇപ്പം നമ്മൾ ഒരു 3 കാര്യം നമ്മൾ ഭാഗവതത്തിൽ ഇതെങ്കിലും കാണാപ്പാഠം പഠിക്കാനുണ്ടോ. എന്തൊക്കെ അറിയോ? എന്തു ചെയ്യുന്നു എന്നറിയണം, എന്തിന് ചെയ്യുന്നു എന്നറിയണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയണം. ഇല്ലെങ്കിൽ ജീവിതം പരാജയപ്പെടും. അപ്പം ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. എന്തൊക്കെയത്? എന്ത് ചെയ്യുന്നു എന്നറിയുക, എങ്ങനെ ചെയ്യണം എന്നറിയുക, എന്തിനാണ് ചെയ്യുന്നത് എന്ന് അറിയുക. അത് വളരെ പ്രധാനമാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഏതായാലും വീണ്ടും ഭഗവാൻ ഒന്ന് എഴുന്നേറ്റിട്ട് ഒരു വൃക്ഷത്തിൻ്റെ, അതിൽ കുറ്റമായിട്ട് പറഞ്ഞല്ലോ കേട്ടോ, ചില പുതിയ ഈ അമ്മമാരൊക്കെ നമുക്കടക്കം ഇതിൻ്റെ ടെക്നോളജി അറിയില്ല കേട്ടോ, ഇതിൻ്റെ സൂത്രേ. കുട്ടി ആ പച്ച കത്തിക്കഴിഞ്ഞാൽ അലോ പറയാം, ചുവപ്പിൽ അമർത്തിയ കെട്ടു, ഇത്രയും നിശ്ചയമുള്ളൂ. ഇതിന് ബാക്കി ടെക്നോളജി പലർക്കും അറിയില്ല, പാവം. അപ്പോൾ എന്താ ചെയ്യുക അറിയോ? അതൊരു സൂത്രം കേട്ടോ, ഇതൊരു പാഠമാണ്. നമ്മൾക്കറിയാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യാം, അറിവുള്ള തലമുറയിൽ പെട്ട കുട്ടികളോട് പറഞ്ഞിട്ട്, തമാശയിൽ അത്രയേ ഉള്ളൂ. ജീവിതത്തിൽ വിജയിക്കണോ, ഓരോ വ്യക്തികളിൽ ഓരോ തരം കലകളും കഴിവുകളുമാണ്. അതത് കലകളും കഴിവുകളുമുള്ള ആളുകളെ അവനവൻ്റെ കാര്യസാധ്യത്തിന് ഉപയോഗപ്പെടുത്തുന്നതാണ് ബുദ്ധി, അതാണ് യുക്തി. മനസ്സിലായില്ലേ? പക്ഷെ അധികം ആളെന്താ പറയുക, അത് എവിടെയൊരു സപ്താഹത്തിന് പോയപ്പോൾ പറഞ്ഞു, ഞാൻ 1-2 കാര്യങ്ങൾ, ചില പണികളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ തിരുത്താൻ ശ്രമിച്ചു നമ്മളെ. നമുക്ക് ഈ ഒരു ശീലം ഉണ്ടല്ലോ, ആചാര്യം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ്, തിരുത്തി നന്നാക്കുക എന്നാണല്ലോ പണി. പറഞ്ഞു, ഞങ്ങൾ പിള്ളമാരാണ്, എനിക്കൊരു 1-1.5 ഏക്കർ സ്ഥലമുണ്ട്, 1-2 മക്കൾ കുഴപ്പമില്ലാതെ കഴിഞ്ഞു കൂടുന്നു. അപ്പോൾ കുറേ കാലം ആയിട്ട് ഞാൻ ഈ പണി തുടങ്ങിയിട്ട് ഒത്തിരി ആചാര്യന്മാരെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ തൻ്റെ വക വേറെ പഠിപ്പിക്കൽ വേണ്ട, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഗുരുത്വം പിടിക്കും തോന്നുന്നുണ്ടോ? അപ്പോൾ ഓരോ സാഹചര്യത്തിൽ ഓരോ വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ ഓരോന്ന് പഠിച്ച് മുന്നേറാൻ സാധിക്കും. ഭഗവാൻ ഒരുക്കുന്ന അവസരമാണ് എന്ന് കാണാൻ സാധിക്കണ്ടേ? സാധിക്കില്ല എന്ന് പറയണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്നും മോങ്ങിക്കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. മറ്റുള്ളവർക്ക് വളർച്ച ഉണ്ടാവുമെന്ന് പറയണം. 80 വയസ്സിൽ SLC പരീക്ഷ എഴുതുന്ന ആളുകളില്ലേ, അതൊക്കെ മനസ്സിൻ്റെ ഭാവമാണ്. അപ്പോൾ എത്ര വേണമെങ്കിലും
വളരാൻ സാധിക്കും. അല്ല ഈ മട്ടുക്ക് മതി എന്ന് ചിന്തിക്കുന്നവർക്കോ ആ അവസ്ഥയാണ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇരിക്കട്ടെ, അങ്ങനെ ഏതായാലും ഇദ്ദേഹം മാറി ഗോപന്മാരെയും കൊണ്ടുപോയി. ആദ്യം ഗോക്കളെ കൊണ്ടുപോയി, പിന്നെ ഗോപന്മാരെ കൊണ്ടുപോയി. ഭഗവാൻ ആ സമയം ഉച്ചതിരിഞ്ഞ 4 മണിക്ക് ശേഷം തിരിച്ചു പോവും കാട്ടിൽ നിന്ന് നാട്ടിലേക്ക്. ആ സമയമാവുന്നവരെ കാത്തിരുന്നു. അതിനുശേഷം തൻ്റെ സങ്കല്പം കൊണ്ട് എത്ര ഗോപന്മാരുണ്ടായിരുന്നോ, എത്ര ഗോക്കളുണ്ടായിരുന്നോ അത്രയും സൃഷ്ടി അങ്ങോട്ട് നടത്തി എന്ന് പറയണം. അങ്ങനെ ഏതായാലും ഇവരൊക്കെ തിരിച്ചു ഗൃഹങ്ങളിലേക്ക് എത്തി. അന്ന് മുതൽക്കുണ്ടായിട്ടുള്ളൊരു പ്രത്യേകത എന്താ അറിയോ? ഗോപന്മാരെ കുളിപ്പിക്കുന്ന അമ്മമാർക്ക് ഇന്ന് നമുക്ക് ഗോവിന്ദാഭിഷേകം വരും. മധ്യാഹ്നത്തോട് കൂടിയിട്ടാണ് വരിക കേട്ടോ. അത് ഒന്ന് ഞാൻ തന്നെ വിട്ടുപോകും പല കാര്യങ്ങളെ. അപ്പോൾ ആ ഗോവിന്ദാഭിഷേകത്തിന് നമ്മളൊരു ചടങ്ങ് നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുന്ന നിലയിൽ നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് ആലോചിക്കുകയാണ്. മറ്റ് പല സ്ഥലത്തും നമ്മളത് ചെയ്യാറുണ്ട്. സാക്ഷാൽ ഭഗവാനെ ഇവിടെ എഴുന്നള്ളിച്ച് ഉരുളിയിൽ വയ്ക്കും. അപ്പോൾ ശംഖത്തിൽ നമുക്ക് ഭഗവാനെ അഭിഷേകം ചെയ്യാനുള്ള ക്ഷീരം ഇവിടെ ഒരുക്കും. ആ മനസ്സും സൗകര്യങ്ങളും യോജിച്ച എല്ലാ ആളുകൾക്കും അതിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് ഭഗവാന് അഭിഷേകം ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു സൗകര്യം ചെയ്യണം എന്നൊരു ആലോചന ഇന്നലെ തോന്നിയത് നമ്മളത് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ പല വേദിയിലും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അത് കുഴപ്പമില്ല. അവിടെ അതിനൊക്കെ പറ്റുന്ന ആളുകളുണ്ട്. ആളുകൾക്ക് ഇഷ്ടാവുകയും ചെയ്യും, സന്തോഷമാവുകയും ചെയ്യും. അതൊരു ഭാഗ്യമല്ലേ എന്ന നിലയിൽ അവർ പറഞ്ഞു. അപ്പോൾ പാലൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുഹൂർത്തമാവുമ്പോൾ എല്ലാവർക്കും അത് പ്രയോജനപ്പെടുത്താം കേട്ടോ. ഇരിക്കട്ടെ. അങ്ങനെ പിന്നെയോ വേട്ടേക്കരമ്പാട്ട് മഹോത്സവം നമ്മുടെ ഈ ഒരു സാഹചര്യം മാനിച്ചുകൊണ്ട് മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം ശനിയാഴ്ച ഉച്ചയോടുകൂടി നമ്മുടെ സമർപ്പണം കഴിഞ്ഞാൽ അന്ന് ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കാനായിരുന്നുവല്ലോ നമ്മൾ തീരുമാനിച്ചിരുന്നത്. അതിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് പ്രയാസമാണ് എന്നതുകൊണ്ട് മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അത് കൂടി ആലോചിച്ച് ഈ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഭക്തജനങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ 2 അറിയിപ്പുകളാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത്. ഏതായാലും അങ്ങനെ ആ ഭഗവാൻ അന്ന് മുതൽക്കുണ്ടായിട്ടുള്ളൊരു വിശേഷം എന്താ അറിയോ? മക്കളെ ആരും തല്ലുന്നില്ല അമ്മമാർക്ക്. കാരണം എന്താ? ഭഗവാൻ തന്നിൽ നിന്നാണല്ലോ അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവത് സ്വരൂപമായതുകൊണ്ട് എന്താ അങ്ങനെ തൊട്ടു ഒഴിഞ്ഞും കൊണ്ടിരിക്കുക. പശുക്കളെ അങ്ങനെ തന്നെ കറക്കണവനെ അതിനെ തൊട്ടൊഴിഞ്ഞ് അതിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുക എന്നല്ലാതെ ആരും പോകുന്നില്ല. എന്തോരനുഭവം, ആ ഒരു തലത്തിൽ എന്ന് പറയാം. ആർക്കും മനസ്സിലായില്ല കേട്ടോ. ബലരാമന് മനസ്സിലായി. കണ്ണം കളിച്ച കളിയാണെന്ന് മനസ്സിലായി. അദ്ദേഹം അത് പറഞ്ഞതുമില്ല. കാരണം എന്താ വെച്ചാൽ ആസ്വദിക്കാമല്ലോ എന്ന നിലയിൽ അങ്ങനെ ഇരുന്നു എന്നാണ്. ഏതായാലും അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു. ഭൂമിയിലത്തെ 1 വർഷം കഴിഞ്ഞു. ആ 1 വർഷം കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ അവിടെ ഉപരിലോകത്ത് ചെറിയ ക്ഷണങ്ങളേ ഉള്ളൂ. ഇവിടുത്തെ അവസ്ഥ എന്താ എന്നറിയാനായിട്ട് ബ്രഹ്മദേവൻ ഒന്ന് വന്നു. എവിടേക്ക്? വൃന്ദാവനത്തിലേക്ക്. വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ അറിയോ? താൻ കൊണ്ടുപോയിട്ടുള്ള പശുക്കുട്ടികളും ഗോപന്മാരും ഒക്കെ. ഇപ്പോൾ നമ്മൾ സപ്താഹ സ്ഥലത്താണെങ്കിലും പൊതുവേദിയിലാണെങ്കിലും കമ്പനികളിലാണെങ്കിലും ബാങ്കിലാണെങ്കിലും ചില വ്യക്തിത്വങ്ങളെ നമ്മൾ ഒന്ന് ഓർത്തു വയ്ക്കും അല്ലേ, നോട്ട് ചെയ്യും അല്ലേ. ഇപ്പോൾ സപ്താഹ വേദിയിലാണ് നന്നായിട്ട് ആസ്വദിച്ച് ശ്രദ്ധിക്കുന്ന ആളുകളെ നമ്മളൊന്ന് ശ്രദ്ധിക്കും. അവിടെ ഉണ്ടാക്കണവരിനെ ഒന്ന് നോട്ട് ചെയ്യും അല്ലേ. അതിലൊരു ഇടത്തെ കയ്യും പയ്യനുണ്ട്. അവൻ എപ്പോഴും ഈ ട്രൗസറിൻ്റെ ബട്ടൺ പൊട്ടിയിട്ടാണ് അതിങ്ങനെ കെട്ടുക പതിവ്. ശ്രീനിവാസൻ കെട്ടണ മാതിരി ചൂടിക്കയറും കൊണ്ട്. എന്നിട്ടോ ഇടത്തെ കൈ കൊണ്ട് ഒരു തവണ മാങ്ങ അങ്ങോട്ട് എറിഞ്ഞിട്ട് ബ്രഹ്മാവിൻ്റെ കാതിൻ്റെ അടുത്തു കൂടെ കല്ല് പോയത് അങ്ങോട്ട് പോയപ്പോൾ മൂപ്പര് പേടിച്ചിട്ടു. അതിന് ശേഷം ബനെ കണ്ട വലിയ വേദാറാണ്. ആ ജഗൻ്റെ മുമ്പിൽ നിൽക്കണു. രണ്ടാമത് കഥ. അതേമാതിരി ഒരു ഒറ്റക്കൊമ്പി പശുവുണ്ട്. ആ പശുവിനും ബ്രഹ്മാവിനും ഇഷ്ടമല്ല. അതിങ്ങോട്ട് വരിക. അത്ഭുതപ്പെട്ടു. ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ച സാധനം എങ്ങനെ ഇവിടെ എത്തി? ഒടി മൂപ്പര് വീണ്ടും എവിടേക്ക്? തൻ്റെ സഭയിലേക്ക്. അവിടെ പോയപ്പോഴോ അവിടെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതെന്താ കഥ? അവിടെ ഞാൻ കൊണ്ടുപോയത് അവിടെ ഇരിക്കണു. അവിടെയുള്ളത് ഏതാ? വീണ്ടും ചോട്ടിലേക്ക് വന്നു. ചോട്ടിലേക്ക് വന്നപ്പോൾ അത് ആലോചിച്ചപ്പോൾ തല കറങ്ങാൻ തുടങ്ങിയിട്ടോ. തല ഇങ്ങനെ 2 വട്ടം കറങ്ങിയപ്പോൾ മൊത്തത്തിലൊരു മഞ്ഞപ്രകാശം. ഈ മഞ്ഞപ്രകാശത്തിൻ്റെ മധ്യത്തിലായിട്ട് ഒരു ചെന്താമര. ഈ താമരയിൽ ഗ്രന്ഥക്കെട്ടും കാര്യങ്ങളും പിടിച്ചിട്ട് ഇരിക്കുന്ന ഒരു ചങ്ങായി. മൂപ്പർക്ക് 4 തല.
അടുത്ത് വെള്ളസാരി കൊടുത്തിട്ട് കച്ചവി എന്നുള്ള വീണ പിടിച്ചിട്ട് ഒരു 80 കിലോക്കാരി ഇരിക്കുന്നുണ്ട്. ഹേയ്, അതിപ്പോൾ തൻ്റെ മേടമല്ലേ, സരസ്വല്ലേ ഇരിക്കണത്? അപ്പോൾ ആ ഇരിക്കണ ഞാനോ? അത് ഞാൻ അല്ല. അപ്പോൾ ഞാനാണോ ഞാൻ? അല്ല. അപ്പോൾ ആ ഞാൻ ആകെ വിഷമായി. മനസ്സിലായില്ലേ? മായാമയനുടെ ലീല അത് മാനവനറിയുന്നില്ല. ജഗമൊരു നാടകശാല അതില്ലാടാതാർക്കും മേല മായ മയനുടെ ലീല. പിടികിട്ടണേ ഇല്ല എന്ന് പറയണം. അങ്ങനെ അത്ഭുതപ്പെട്ടു. ഏതായാലും ഒരു സ്തുതി ഭംഗിയായിട്ട് ബ്രഹ്മാവിൻ്റെ വക. കാരണം നിന്റെ ചേർച്ചയാലാണ് സത്യത്തിൽ ഞാൻ പോലും ശോഭിക്കുന്നത്. അവിടുന്ന് കരുത്ത് തന്നില്ലെങ്കിൽ എനിക്ക് ഈ പ്രപഞ്ചരചന നടത്താൻ സാധിക്കുമോ? മനസ്സിലായില്ലേ? ഒരു സ്ഥലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രം കണ്ടപ്പോൾ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് വന്നിട്ടുള്ളൊരു മേനോൻ, ഭക്തനാണ് കേട്ടോ, പാവം, ചെറുപ്പത്തിലെ ഭക്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് തോന്നി എന്തെങ്കിലും ആക്ടിവിറ്റീസ് വേണം. ഈ പട്ടാളം ആവണമെന്നില്ല, ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ, ഉഷാറായിട്ടിരിക്കണം, ശോമ്പേരി പിടിച്ചിരിക്കില്ല, എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കണം, അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് ആളുകളെയൊക്കെ കൂട്ടിപ്പിടിച്ച് ആ ക്ഷേത്രം ഒന്ന് പുനർനവീകരിക്കണം എന്നൊക്കെ മോഹായി. അപ്പോൾ റിട്ടയർഡ് മാഷും ഇതിൽ കൂടി. പിന്നെ അപ്പോൾ അങ്ങനെ കുറച്ച് കമ്മിറ്റി ആകുമ്പോൾ പിന്നെ സെക്രട്ടറി, പ്രസിഡന്റ്, കേഷ്യർ അങ്ങനെയൊക്കെ വരുമല്ലോ. അങ്ങനെ അവിടേക്ക് ഒരു സപ്താഹത്തിന് നമ്മളെ വിളിച്ചു. ഈ മാഷ് നമ്മളെ ആദ്യം ഓഫീസ് റൂമിലേക്ക് കൂട്ടിയിട്ട് പോയി. കുറച്ച് നേരത്തെ എത്തി. ചായയൊക്കെ ഫ്ലാസ്കിൽ ചായയൊക്കെ അവിടെ വരുത്തിച്ച് തന്നു. കുടിക്കണേ സ്വാമിജി ഒരു മിനിറ്റ് ഒന്ന് എണീക്കും, ഒന്നും ഇങ്ങോട്ട് വരും, നോക്കൂ. അപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു കരിങ്കല്ല് കെട്ടിയിട്ടുള്ള അമ്പലമാണ്, വട്ടമ്പലമാണ്. അതിൻ്റെ റൂഫില്ല, മോള് പോയിട്ടുണ്ട്. ഈ ചുമര് മുഴുവനില്ല. ഭഗവാൻ കൃഷ്ണനാ, മൂപ്പരോ ചെവിയിൽ എണ്ണ വാരാൻ നിൽക്കണ മാതിരി ചെരിഞ്ഞ് നിൽക്കുക. അതാണ് കോലം. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് കാണിച്ചു, ഒന്ന് നോക്കൂ. അപ്പം എന്താ അറിയോ, റൂഫുണ്ട്, കണ്ണനിങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട്, ചന്ദനം ചാർത്തിയിട്ട്. അടുത്ത സ്റ്റെപ്പ് നോക്കിയപ്പോൾ നാലമ്പലം വന്നിട്ടുണ്ട്. അപ്പോഴും കണ്ണൻ നിറയെ വിളക്കോടുകൂടി ചിരിച്ച് നിൽക്കണം, അതിൽ ഗോളകയും ചാർത്തിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നോക്കിയപ്പോൾ മുഖമണ്ഡപവും വന്നിട്ടുണ്ട്, കുളപ്പരിയും വന്നിട്ടുണ്ട്. വർത്തമാനം പറയരുത് കേട്ടോ, ബെഞ്ചിൻ്റെ മേലെ കയറ്റി നിർത്തും ഞാൻ. അപ്പോൾ കുളപ്പരിയും വന്നിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയാ, സ്വാമിജി നമ്മളത് എടുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളിപ്പോൾ ഇന്നും കൂട്ടുകുടുംബ, ഞങ്ങൾ മൊത്തത്തിൽ 36 ആൾക്കാരുണ്ട്. അതിലിപ്പോൾ കുറച്ച് പേര് ഇവിടെ ഇല്ല, അവർ വരില്ല, വരാൻ പറ്റില്ല, അങ്ങനെ ഒരു സാഹചര്യമാണ്. എന്തായാലും ഞങ്ങളൊരു 26 ആളിപ്പോൾ ഇവിടെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തറിയോ, എല്ലാവരുടെ പേരിലും അങ്ങോട്ട് ഓരോ ദിവസത്തെ ഭക്ഷണം, ഭഗവാനെ പാവം പട്ടിണിയായിരുന്നല്ലോ, ഞാനങ്ങോട്ട് കൊടുത്തു ഭഗവാൻ. അപ്പോഴേക്കും കുറേ ആൾക്കാർ വേറെയും കൂടി. ഭഗവാനെ സുഖം, മനസ്സിലായോ? പട്ടിണി കിടക്കുന്ന ഭഗവാൻ ആരാ കൊടുത്തത് അല്ലേ? അഹങ്കാര വിമൂഢാത്മാ കർത്താ അഹം ഇതി മന്യതേ. അഹങ്കാരൻ മൂഢായിട്ടുള്ള ആളുകൾ ഞാൻ ചെയ്യുന്നു എന്ന് ഭാവിക്കുന്നു എന്നാണ്. അതേസമയം ഭക്തി വളർന്നാൽ എന്താ ഉണ്ടാവുക? ഭഗവാൻ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നു കിട്ടുമോ? ഏത് ഭാവാ നല്ലത്? മനസ്സിലായില്ലേ? അപ്പോൾ ബ്രഹ്മാവിന് ആദ്യം പറഞ്ഞ ഭാവം വന്നു. പിന്നെ പണി കിട്ടിയപ്പോഴോ ബുദ്ധിമാന്മാർ കേട്ടോ അത് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും ഒരു കൊട്ട് കിട്ടിയാൽ മനസ്സിലാവണമെങ്കിൽ ഉള്ളിലിത്തിരി കിളച്ച് വേണം. മനസ്സിലായി? ഇത് ഭഗവാന്റെ ലീലയാണെന്ന് മനസ്സിലായപ്പോൾ സാഷ്ടാംഗം പ്രണയിച്ചു. ആ ഭഗവാനെ ഗംഭീരമായിട്ടുള്ളൊരു സ്തുതി അങ്ങോട്ട് സ്തുതിച്ചു. ഇതിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ ഇവർ ഭഗവാനെ ഈ ചതുരംഗം കളിയിൽ തോൽപ്പിക്കണം എന്നുള്ളൊരു വാശിയുണ്ടാണ്. തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഒരാളുടെ പ്രഭാവം കുറയ്ക്കാനുള്ളൊരു പണി എന്താ അറിയോ? അപവാദം പറഞ്ഞുണ്ടാക്കല. അങ്ങനെ ഒരു പണിയുണ്ടല്ലേ? ഇപ്പം ഈ 4-5 വയസ്സുകാരന് എന്താ അപവാദം പറയുക? അപ്പോൾ ഒരു സൂത്രം പറഞ്ഞു, കണ്ണാ താൻ വലിയ കുന്തലൊന്നും കൊന്നണ്ട, തന്നെ അമ്മ പെറ്റതല്ല. സലായി, അമ്മ പെറ്റതല്ലേ? അതെങ്ങനെ? അതേ കുട്ടി കല്യാണി അടുത്തിയോട് ചോദിക്കൂ. 37 പറഞ്ഞിട്ട് വെറ്റില മുറുക്കാൻ തരാമെന്നൊക്കെ പറഞ്ഞു, കൈക്കൂലി ഓഫർ ചെയ്തിട്ട് അയമ്മ എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ? ഒരു വട്ട ചാണകം കൊടുത്തു വാങ്ങിയതാ. അത് കണ്ണൻ ഇമേജിന് വലിയ വിഷമമായി കേട്ടോ.
ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യോ? എന്നോടിത് പറഞ്ഞതുമില്ലല്ലോ. വെറുതെ അല്ല കേട്ടോ, ഇവരൊക്കെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കി ചിരിക്കണത് ആക്കി ചിരിക്കണേ എന്ന് കണ്ണന് വേദനയായി. നേരെ വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്നു. ആഹാരം കാലമായിട്ടുണ്ട് കേട്ടോ, 11:30-12 മണിയോളം ആയി. ആഹാരം കഴിക്കില്ല. കണ്ണാ കഴിക്കില്ല. അതെന്താ? എനിക്കൊരു സത്യം അറിഞ്ഞാലേ ഞാൻ കഴിക്കൂ. അങ്ങനെ ആദ്യമായിട്ട് നിരാഹാര സമരം തുടങ്ങിയത് കണ്ണനാട്ടോ. അതെ, അതിന് ചില മുദ്രാവാക്യങ്ങൾ പറഞ്ഞു. ആ മുദ്രാവാക്യം നമുക്കിവിടെ വായിക്കാം. കണ്ണൻ്റെ മുദ്രാവാക്യം നല്ല രസാട്ടോ. എന്താ മുദ്രാവാക്യം? നിങ്ങൾ ഏറ്റു പറയണം. ഇങ്കി ലാബ് എന്ന് പറയുമ്പോൾ നിങ്ങളും അതുമാതിരി പറയില്ലേ? അപ്പോൾ ഇതും പറഞ്ഞോളൂ. വെണ്ണ ഞാനിനി ഉണ്ണുകില്ലമ്മേ, വേണ്ട പാലുമെനിക്കിനി, അണ്ണനിന്നെ പരിഹസിക്കുന്നു കണ്ണനയ്യെ കറുത്തുപോയി. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോമയത്തിനു മാറ്റമായെന്നെ ഗോപി വാങ്ങിയതാണുപോൽ, ഏട്ടനിങ്ങനെ ചൊന്നതു കേട്ടു കൂട്ടുകാരും പറയുന്നു, കൂട്ടുകാരും പറയുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കാലിമേക്കുന്ന പിള്ളേർ തൻ പിന്നിൽ കോലുമീന്തി നടക്കുമ്പോൾ എന്നുള്ളിലുള്ള സങ്കടമെല്ലാം എന്തു ചൊല്ലേണ്ടു, എന്തു ചൊല്ലേണ്ടു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. മുറ്റുമിന്നിത് സത്യമാണെന്ന് ചെറ്റനീക്കമ്മേ ബോധ്യമായി, താതനേറെ വെളുത്തതാണല്ലോ മാതാവും അതുമാതിരി, മാതാവും അതുമാതിരി. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. അമ്മതൻ മണി കുട്ടനായ ഞാൻ ഇമ്മട്ടിൽ ആയതെന്തമ്മേ, അമ്മതൻ മണി കുട്ടനായ ഞാൻ ഇമ്മട്ടിൽ ആയതെന്തമ്മേ. ഇന്നതീനോടെ കാരണം ചൊല്ലാതുണ്ണുവാൻ വരികില്ല ഞാൻ, ഉണ്ണുവാൻ വരികില്ല ഞാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. വെണ്ണപാൽ പഞ്ചസാര പായസം എന്നിവ എല്ലാം ധാരാളം, വെണ്ണപാൽ പഞ്ചസാര പായസം എന്നിവ എല്ലാം ധാരാളം. ഉണ്ണുകിൽ വേളുത്തിടും നിന്നോടൽ കണ്ണനുണ്ണി മാമുണ്ണണേ,
കണ്ണനുണ്ണി മാമുണ്ണടേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഭക്തരുള്ളഴിഞ്ഞർത്ഥന ചെയ്കെ തള്ളുവാൻ ഒട്ടുമാവാതീ. ഭക്തരുള്ളഴിഞ്ഞർത്ഥന ചെയ്കെ തള്ളുവാൻ ഒട്ടും ആവാതീ. ഒട്ടു തൂവിയും ഒട്ടു ശേഷിച്ചും കണ്ണനുണ്ണി മാമുണ്ടല്ലോ. കണ്ണനുണ്ണി മാമുണ്ടല്ലോ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. സന്തോഷം കൊണ്ട് ഞാൻ വലഞ്ഞല്ലോ ഭക്തിയാൽ രോമാഞ്ചത്തിനാൽ. സന്തോഷം കൊണ്ട് ഞാൻ വലഞ്ഞല്ലോ ഭക്തിയാൽ രോമാഞ്ചത്തിനാൽ. എന്തു ചെയ്യേണ്ടു എന്നറിയില്ല മുന്നിൽ നിന്നുണ്ണി പോവല്ലേ. എന്തു ചെയ്യേണ്ടു എന്നറിയില്ല മുന്നിൽ നിന്നുണ്ണി പോവല്ലേ. മുന്നിൽ നിന്നുണ്ണി പോവല്ലേ. കണ്ണാ മുന്നിൽ നിന്നുണ്ണി പോവല്ലേ. എന്നും മുന്നിൽ നിന്നുണ്ണി പോവല്ലേ. എപ്പോഴും മുന്നിൽ നിന്നുണ്ണി പോവല്ലേ. അങ്ങനെ ഭഗവാന്റെ നിരാഹാര സമരം വിജയിച്ചു എന്ന് പറയുകയാണ്. മനസ്സിലായില്ലേ? ഇതിനകം അടുത്ത തവണ വനത്തിലേക്ക് പോയപ്പോൾ ചെറിയൊരു വിഷമ വാർത്തയാണ് ഭഗവാൻ കേട്ടത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ചോലപ്പശു വായിൽ നിന്ന് നുരയും പതയും വന്ന് കിടക്കുക. കളറൊക്കെ മാറി നീലവർണ്ണമായിട്ടുണ്ട് പശുവിൻ്റെ എന്നാണ്. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ പശുക്കുട്ടിയും ഇതേമാതിരി നീലിച്ചിട്ട് വായിൽ നിന്ന് നൊരയും പതയും വന്ന് കിടക്കുകയാണ്. എന്താ അത് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാളിന്തി നദിയിൽ കാളിയൻ എന്ന ഒരു ഉഗ്ര വിഷസർപ്പൻ, അവനെ പേടിച്ചിട്ട് പറവകൾ പോലും ആ നദി ക്രോസ് ചെയ്ത് പറക്കില്ല. അങ്ങനെയാണ്, അത്ര വലിയ മഹാവിഷനാ. അവിടെ അറിയാതെ പോയിട്ട് ഈ പശുക്കുട്ടികൾ വെള്ളം കുടിച്ചു. ഇതാണ് കാരണം. ഭഗവാൻ പറഞ്ഞു, വിഷമിക്കണ്ട, അതിന് വഴിയുണ്ടാക്കാം എന്നും പറഞ്ഞ് നേരെ കാളിന്തി ലക്ഷ്യമാക്കിയിട്ട് അങ്ങോട്ട് ചെന്നു. അതിനോടൊട്ടിയിട്ട് ആ കരവത്ത് നല്ലൊരു കടമ്പ് വൃക്ഷം നിൽക്കുന്നുണ്ട്. ഉണങ്ങി നിൽക്കുക. ഈ വിഷക്കാറ്റ് കൊണ്ട് വൃക്ഷം അങ്ങോട്ട് ഉണങ്ങി നിൽക്കുകയാണ്. ഭഗവാൻ നേരെ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിനെ ഒന്ന് കൂട്ടിപ്പിടിച്ചു, ഒരു ആലിംഗനം. അതോടുകൂടിയിട്ട് എന്താ അറിയോ, ആ വൃക്ഷത്തിന് അങ്ങോട്ട് നവജീവൻ വന്ന മാതിരി ഫ്ലെക്സിബിളായി. ആ ഉണക്കമൊക്കെ അങ്ങോട്ട് പോയി. ഉടനെ അതിൻ്റെ മേലെ പൊത്തി പിടിച്ച് കയറി നദിയിലേക്ക് ഇങ്ങനെ ഏന്തി നിൽക്കുന്നതായിട്ടുള്ള കൊമ്പിൻ്റെ മുകളിലൂടെ നടന്ന് കയറിയിട്ട് ഒത്ത മധ്യത്തിൽ, നദിയുടെ മധ്യത്തിൽ ആ കൊമ്പിൽ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ഇരുന്നു. കുറച്ച് നേരം ഇരുന്നെന്ന് ആസ്വദിച്ചു. അതിനുശേഷം എന്താ ചെയ്യണറിയോ, ഇങ്ങനെ ആടുക. ഈ കൊമ്പുമ്പിൽ ഇങ്ങനെ ആടിയിട്ട് അങ്ങനെ ആ ഊഞ്ഞാലാടുമ്പോൾ ഒരു ആക്കം വരില്ലേ, ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ആക്കം വന്നപ്പോൾ ഒരൊറ്റ കുട്ടികരണം മറിച്ചിലാണ്. ഒരു 7 കുട്ടികരണം മറിഞ്ഞിട്ട് നദിയുടെ മധ്യത്തിൽ. ശരിക്കും ഈ ബെൽറ്റിയടി പരിപാടി ആദ്യമായിട്ട് ചെയ്തത് കണ്ണനാ. അങ്ങനെ 7 കുട്ടികരണം മറിഞ്ഞിട്ട് ബ്ലും ആ വെള്ളത്തിൽ അങ്ങോട്ട് വലിയൊരു സാധനം എന്തോ വീണിട്ട് അതങ്ങോട്ട് വെള്ളം ഇളകണോന്ന് അങ്ങോട്ട് കണ്ടപ്പോൾ മയങ്ങി കിടക്കുന്ന കാളിയന് ദേഷ്യം വന്നു. ആരാപ്പം എൻ്റെ വിശ്രമത്തിന് തകരാറ് വരുത്തിയത് എന്നും പറഞ്ഞിട്ട്
എത്തി നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഒരു കുഞ്ഞിത്തോർത്ത് കൊടുത്തിട്ടൊരു കറുത്തൊരു ചെക്കൻ പയ്യൻ തൻ്റെ അഭിമുഖമായിട്ടല്ല തനിക്ക് എതിരെ നിന്നുകൊണ്ട് വെള്ളത്തിലിങ്ങനെ കളിക്കുക. അപ്പോൾ കാളിയന് തോന്നി ഇവൻ നമ്മളെ അവമാനിക്കുകയാണ് എന്ന് തോന്നി. ആഹാ വീരാ, നീ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾക്ക് ആ മൂട് കാണിച്ചു തരണേന്നും പറഞ്ഞിട്ട് നേരെ പോയിട്ട് അങ്ങോട്ട് ചുറ്റി എന്ന് പറയാം. ചുറ്റി അങ്ങോട്ട് അമർത്താൻ നിന്നപ്പോൾ ഭഗവാൻ തൻ്റെ ശരീരഭാരം അങ്ങോട്ട് കൂട്ടി, ഒന്ന് വലിപ്പം കൂട്ടിയപ്പോൾ ചുറ്റിയ കാളിയന് അസ്ഥി ഒടിയണ മാതിരി അനുഭവം ഉണ്ടായി. അസ്ഥി അങ്ങോട്ട് ഒടിഞ്ഞപ്പോൾ പിടിപിടും തന്നെ അങ്ങോട്ട് ശബ്ദം കേട്ടപ്പോൾ വേഗം അയച്ചോടുകൂടിയിട്ട് ഭഗവാൻ ഒന്നങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് കയറി. എന്നിട്ടോ 1000 ഫണങ്ങളുണ്ട് കാളിയന് കേട്ടോ. ഞാൻ എൻ്റേത് ഈ ഒരു ഭാവത്തിലുള്ള 1000 അഹങ്കാര ഫണങ്ങൾ ആണ്. അതിലേക്ക് ഭഗവാൻ അങ്ങോട്ട് കയറി അങ്ങോട്ട് കുട്ടിക്കാരണം പറഞ്ഞിട്ട് ചവിട്ടി അങ്ങോട്ട് തന്നു. എന്നിട്ടോ ഓരോ ഫണങ്ങളിലും മനസ്സിലായില്ലേ നന്നായിട്ട് അങ്ങോട്ട് ചവിട്ടി നൃത്തം ചെയ്തു എന്ന് പറയാം. മധുരരതി സാകസമൃജയുവനി ജനമാനസ പൂജിത സാദപഗരേ പഗരേ സധസാ തത്തിത്തകജനോ തിത്തിത്തകജനോ ധിത്തകജനോ തരികിട്ടക്കു തന്നകിട്ടത്തക ധീം. എന്താ അത്? പല്ലൊക്കെ അങ്ങോട്ട് കൊഴിഞ്ഞു. വിഷപ്പല്ലുകളൊക്കെ കാളിയൻ്റെ അങ്ങോട്ട് കൊഴിഞ്ഞപ്പോൾ ആ രക്തം വാർന്നൊഴുകുന്ന വായോട് കൂടിയിട്ട് ഹായ് എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ വെള്ളത്തിൻ്റെ ചുറ്റും ഒരു ഇളക്കം. നോക്കുമ്പോൾ കാളിയൻ്റെ പത്നിമാരാ. ഈ കരുത്തുള്ള ആളുകൾക്ക് കുറച്ച് അധികം പത്നിമാരൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇവരൊക്കെ പാടുകൂടി വന്നിട്ട് ഇങ്ങനെ തൊഴുതിട്ട് ഭഗവാനെ വനമാലീ ഗതീശർങ്ങി ശംഖീജക്രീച്ച നന്ദകി ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോ വിരക്ഷതോ. ഭഗവാനെ വസുദേവപുത്രനായിട്ടുള്ള വാസുദേവ രക്ഷിക്കണേ, രക്ഷിക്കില്ലേ. അപ്പോൾ ഭഗവാൻ ഇവരെല്ലാവരും ആ കാളിയ ഫണത്തിൽ നിന്നിട്ട് ഇങ്ങനെ ആ വാല് പിടിച്ചിട്ടിങ്ങനെ ഒരു കരുണാകടാക്ഷം അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഭർത്താവാ, നല്ല ആളൊന്നും അല്ല കേട്ടോ, ദുഷ്ടനാണ്. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം? എത്ര ദുഷ്ടനാണെങ്കിലും സ്വന്തം ഭർത്താവിൻ്റെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത പത്നിമാർക്കില്ലേ? അതെ, അതുകൊണ്ട് കൊല്ലണ്ട കൃഷ്ണ. ആ വാക്കാണത്രേ രാവണപ്രഭുവിൽ വിജയരാഘവൻ ഉപയോഗിച്ചതെന്ന് പറയുകയാണ്. ഏതായാലും അങ്ങനെ കൊല്ലണ്ട. അപ്പോൾ ഭഗവാൻ കാരുണ്യം തോന്നി. കാളിയനും പറഞ്ഞു, എൻ്റെ ഭാഗത്ത് ഇനി ഉപദ്രവം ഉണ്ടാവില്ല, കാരണം മര്യാദയ്ക്ക് ഇഴകാൻ പോലും ആരോഗ്യമില്ല, മനസ്സിലായില്ലേ, ക്ഷമാപണം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചിരിച്ചപ്പോൾ അവനും ഇങ്ങനെ ചിരിച്ചു. കാളിയൻ ചിരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഭാഷ അറിയില്ല അല്ലേ. ഇപ്പോൾ തമിഴിലാണോ ചിരിച്ച്, ബോംബെ ചിരിയാണോ, എങ്ങനെ അറിയില്ല. പക്ഷേ ഡയലോഗ് വന്നാൽ അറിയും അല്ലേ. അപ്പോൾ പറയും ഇവിടുത്തെ ആളല്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തെ അല്ല. എവിടെയാ സ്ഥലം? ഞങ്ങൾ അങ്ങ് രമണകദ്വീപിലാണ്. രമണകദ്വീപ് എന്ന് പറഞ്ഞാൽ തത്വാർത്ഥം പറയണം കേട്ടോ. എന്താ അത്? ആത്മാനന്ദം. സത്യത്തിൽ എല്ലാവരുടെയും സ്വരൂപം എന്താണ്? ആനന്ദമാണ്. പിന്നെ എന്താ അത് നഷ്ടപ്പെട്ടത്? അതാണ് അതിൻ്റെ കഥയും തത്വാർത്ഥവും കൂടി രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാം. അപ്പോൾ പറഞ്ഞു, പണ്ട് ഞങ്ങളുടെ വംശത്തിലെ ആളുകളെയൊക്കെ കൊന്നും ഉപദ്രവിച്ചും കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു ഗരുഡൻ. വലിയ വിഷമം വന്നപ്പോൾ ഞങ്ങൾ സന്യാസിമാരെ കണ്ട് സ്വാമിമാരെ കണ്ട് സങ്കടം പറഞ്ഞപ്പോൾ സ്വാമിജി മധ്യസ്ഥം പറഞ്ഞ ഒരു ഉപാധി വെച്ചു. എന്താ അത്? ഓരോ ദിവസം ഓരോ വീട്ടിൽ നിന്ന് ഒരു സീനിയർ സിറ്റിസൺ ഇദ്ദേഹത്തിന് ആഹാരമായി തീരട്ടെ. അതിൽ നിന്നാണ് പിന്നീട് ഇത് റേഷൻ സമ്പ്രദായം ഉണ്ടായത്. അങ്ങനെ ആദ്യമായിട്ട് റേഷൻ തന്നു. അങ്ങനെ ഓരോരുത്തരായി പോകാൻ തുടങ്ങി. അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് കാളിയൻ്റെ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ പോണ്ട ഊഴ എല്ലാവരോടും യാത്ര പറഞ്ഞു. മക്കളെ കാണാട്ടോ എന്നും പറഞ്ഞിട്ട് പോവുകയാണ്. പോവുമ്പോൾ കാളിയൻ പറഞ്ഞു, അതെ മുത്തശ്ശൻ എവിടേക്കും പോണില്ല, ഞാനാ പോവും. ഉണ്ണി നീ ചെറുപ്പല്ലേ, ഞാനല്ലേ പോണ്ടത്, അങ്ങനെയല്ലേ, കീഴ്വഴക്ക് അവിടെ നോക്കട്ടെ, ഞാൻ പോയിട്ട് അവനെ ശരിയാക്കിയിട്ട് ഇങ്ങോട്ട് വരും എന്നും പറഞ്ഞിട്ട് നേരെ പോയി. കാളിയൻ ഗരുഡനുമായിട്ട് ഏറ്റുമുട്ടി എന്നാണ്. അങ്ങനെ ഗരുഡനും കാളിയനും തമ്മിലുള്ള ആ യുദ്ധത്തിൽ കാളിയൻ
വധിക്കപ്പെടും എന്ന ഘട്ടം വന്നപ്പോൾ പേടിച്ചിട്ട് അവിടുന്ന് കഴിച്ചിലായി. അങ്ങനെ സൗഭരി മഹർഷിയുടെ ഒരു ശാപമുണ്ട്, കാളിന്തിയിലേക്ക് പുള്ളി വരില്ല എന്നും പറഞ്ഞിട്ട് കാളിന്തി പോയി കൂടി. ഇതാണ് ഉണ്ടായത്. ഇപ്പോൾ ദാ ഭഗവാൻ ഇങ്ങനത്തെ അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പണത്തിൽ കയറി ചവിട്ടി നൃത്തം വെച്ചല്ലോ, എൻ്റെ പാദചിഹ്നങ്ങൾ അങ്ങയുടെ ശിരസിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാദചിഹ്നങ്ങൾ കണ്ടാൽ ഗരുഡൻ പിന്നെ ഉപദ്രവിക്കില്ല. ശത്രുഭാവത്തിലല്ല കാണുക, അങ്ങയെ മിത്രഭാവത്തിൽ കാണും. ഇതാണ് കഥ. എങ്കിൽ അതിൻ്റെ തത്വാർത്ഥം എന്താ അറിയോ? എല്ലാവരുടെയും സ്വസ്വരൂപം എന്നത് ആനന്ദമാണ്. പിന്നെ എങ്ങനെ ഇത് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഗരുഡനുമായിട്ട് ശത്രുതയിലായി എന്നാണല്ലോ പറഞ്ഞത്. ഗരുഡന് ഉള്ള മറ്റൊരു പേരാണ് ഛന്ദോമയൻ എന്നാണ്. വേദത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആരെ പറയുക? ഗരുഡനെ പറയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 ചിറകുകൾ എന്നത് ജ്ഞാന വൈരാഗ്യങ്ങൾ. മനസ്സിലായില്ലേ? ജ്ഞാന വൈരാഗ്യങ്ങൾ. അപ്പം ജ്ഞാന വൈരാഗ്യങ്ങളുമായിട്ട് അകൽച്ച വന്നപ്പോൾ ആത്മാനന്ദം നഷ്ടപ്പെട്ടു. അപ്പം എന്തായി? ഈ വിഷജലത്തിൽ പോയിട്ട് കൂടേണ്ടതായിട്ട് വന്നു. പിന്നെയോ ഭഗവാൻ ആ വിഷപ്പല്ലുകളെ ചവിട്ടി ഒടിച്ചപ്പോൾ, ഇതാണല്ലോ ഭഗവാൻ കയറി ആ വിഷപ്പല്ലുകളെ ചവിട്ടി ഒടിച്ചപ്പോൾ വിഷരഹിതനായിട്ട് മാറി. അപ്പോൾ ഇനി ഈ അടയാളം നിങ്ങൾക്ക് ഗുണം ചെയ്യും, പൊയ്ക്കോളൂ എന്ന നിലയിൽ പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ വീണ്ടും ചില അനുഭവങ്ങളിലൂടെ കൊട്ടിയിട്ട്